ഇവിടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശ്രീമതി കെ ജെ ഷൈൻ മറുപടി പറയുന്നത് എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ അഡമൻ്റായിട്ട് പറയുകയാണ്. പക്ഷേ അതിന് പകരം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഇതെത്ര സ്ട്രഗിൾ ചെയ്താലും ഈ പൊതുരംഗത്ത് നിൽക്കേണ്ടത് എൻ്റെ ഇഷ്ടമാണ്, എനിക്കത് താല്പര്യമാണ് എന്ന് കരുതുന്ന വളരെ കുറച്ച് സ്ത്രീകളെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുള്ളൂ. എനിക്ക് മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ പലരും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ തീരുമാനം വന്നപ്പോൾ മറിച്ചൊരു തീരുമാനമാണ് വന്നത്. അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കുടുംബം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ അടുത്തിടെ ഉണ്ടായ 2 വിവാദ വിഷയങ്ങളിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും, അതേപോലെ തന്നെ CPM-ലെ ഒരു MLA-യുമായി ചേർത്ത് ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായ ഒരു വിവാദമാണ്. ഈ 2 പാർട്ടികളും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തമായാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, ഇതിനെയൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ട്. ഓരോ കേസും വ്യത്യസ്തമാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഒരു ആരോപണം പറയുമ്പോൾ ഒരു പരാതിക്കാരിയുണ്ട്, സ്വപ്ന സുരേഷ് എന്ന പരാതിക്കാരിയുണ്ട്. അവർ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്, ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്, പല വാക്കുകളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്രയും പരസ്യമായിട്ട് ഒരു സ്ത്രീ വന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്, ഇവരെന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, എത്ര മോശകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്, മൂന്നാറിലേക്ക് വിളിച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടായിട്ടും അത് കേസിലേക്ക് പോകുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല. അതൊന്ന്. 2, ഇപ്പോൾ രാഹുലിൻ്റെ പരാതി വന്നു. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നു. മാറി നിൽക്കുകയാണ്, രാജിവെച്ച് മാറി നിൽക്കുന്നു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, സസ്പെൻഷനിലാവുന്നു. അത് വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യം. അങ്ങനെ കോൺഗ്രസ് പോലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്തിട്ടില്ല. CPM-നോ BJP-ക്കോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ആരോപണം വന്നതിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തിയ ചരിത്രമില്ല. അത് കോൺഗ്രസ് വളരെ മാതൃകാപരമായിട്ടാണ് ആ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു കേസ്. അവിടെ പരാതിക്കാരി ഇപ്പോഴും വന്നിട്ടില്ല. പരാതിക്കാരി വരേണ്ടതായിരുന്നു, പരാതി ഉണ്ടാവേണ്ടതായിരുന്നു. ആ പരാതിയുടെ മുകളിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു തേർഡ് പാർട്ടി പറഞ്ഞു എന്നതിൻ്റെ പേരിലാണിപ്പോൾ ചില ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷണം നടത്തുന്നത് തന്നെ. അപ്പോൾ അത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വരട്ടെ, കാണാം. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. ഇനി മൂന്നാമത് ഇപ്പോൾ ഷൈൻ്റെ കാര്യം ചോദിച്ചു. അത് നമ്മുടെ നാട്ടിൽ ഉള്ള വ്യവസ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരാണിനോ പെണ്ണിനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ MLA-യും ശ്രീ ഷൈനും തമ്മിൽ കണ്ടോ, അവർ പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശ്രീമതി കെ ജെ ഷൈൻ മറുപടി പറയുന്നത് എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ അഡമൻ്റായിട്ട് പറയുകയാണ്. പക്ഷേ അതിന് പകരം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തക തീർച്ചയായിട്ടും കരുതുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും എന്നാണ് കരുതിയത്. പക്ഷേ എനിക്കത് പറയാൻ ബാധ്യതയില്ല. എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തകയ്ക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ എല്ലാ പൊതുപ്രവർത്തകരും വളരെ എക്സ്പോസ്ഡ് ആണ്, തുറന്ന പുസ്തകമായിരിക്കണം. ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ, വിമർശിക്കാം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. നമ്മൾ തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന് മറുപടി പറയണം, ജനങ്ങളോട് മറുപടി പറയണം. അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. അവിടെയും പരാതിക്കാരുമില്ല, ഒരു അലിഗേഷൻ മാത്രമാണുള്ളത്. ആ അലിഗേഷൻ്റെ പേരിൽ അവരതിന് മറുപടി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷേ അത് ഇപ്പോഴും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ്. ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കേരളത്തിലെ പാർട്ടികളിൽ വനിതാ പ്രാതിനിധ്യം കുറവാണ്, അഥവാ രാഷ്ട്രീയത്തിലേക്കുള്ള അവരുടെ മതിപ്പ് കുറവാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് സാമൂഹ്യ വ്യവസ്ഥിതിയുടെ പ്രശ്നമാണ്. നമ്മളിൽ എത്ര പെൺകുട്ടികൾക്ക് പൊതുരംഗത്തേക്ക് വരണം,
പൊതുപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞിറങ്ങാൻ തോന്നുന്ന എത്ര പെൺകുട്ടികളുണ്ടാവും? വളരെ തുച്ഛമായിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ പ്രൊഫഷനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരായിരിക്കും അധികവും സ്ത്രീകളെന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകയാകുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും സംവരണം വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംവരണം വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം സ്ത്രീകൾ, വളരെ മിടുക്കരായ സ്ത്രീകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാർക്കൊരു സീറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം സ്ത്രീകളെ അവിടെ അവരുടെ പെങ്ങളെയോ ഭാര്യയോ ഒക്കെ നിർത്തി പകരമാക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിയായൊരു പ്രവണതയല്ല. അതാരാണ് തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിക്കേണ്ടത് ആരാണ് നിൽക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വേണം, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ ഞാൻ പറയാം, യുവജന സംഘടനകളിലും വിദ്യാർത്ഥി സംഘടനകളിൽ വരുന്ന പെൺകുട്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യുവജന സംഘടനകളിലൂടെ വരുന്ന പെൺകുട്ടികൾ പലരും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന, മറ്റ് പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവർക്കും അവരുടെ കുടുംബം, അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കുടുംബം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിനകത്തൊരു ഷെയറിങ് ഇപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ കഴിയും എന്നിപ്പോഴും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട ഒരു സാഹചര്യം സ്ത്രീകൾക്കുണ്ടാകുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ചില സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്, പത്രം വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അപ്പോൾ പത്രം വായിക്കാനോ പൊതുരംഗത്ത് എന്ത് സംഭവിക്കാനോ, ഇപ്പം നമുക്ക് നവമാധ്യമമുണ്ട്, ഇത് സ്ക്രോൾ ചെയ്തിങ്ങനെ നോക്കിയാൽ മതി. അതുപോലും ചെയ്യാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല. മക്കളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അതിനോടൊപ്പം പൊതുപ്രവർത്തനം നടത്തണം, ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യാൻ കഴിയും. പലപ്പോഴും സ്ത്രീകൾ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആവുന്നു, അവരുടെ ടൈം അവർക്ക് ലഭിക്കാതെ വരുന്നു എന്നുള്ളത് വലിയൊരു കാര്യം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ഫുൾ ടൈം കിട്ടുന്നുണ്ട്. അവരെന്ത് പ്രൊഫഷൻ ചെയ്താലും അതിന് പിന്തുണയുമായിട്ടൊരു സ്ത്രീ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു സക്സസ് എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവാം. ഇപ്പം സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണയില്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ വിരലിലുണ്ടാവുന്ന ചില വീടുകളിൽ ചിലപ്പോൾ പിന്തുണ ലഭിക്കുന്നുണ്ടാകാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. നമ്മളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ട്, മറ്റ് കുടുംബകാര്യങ്ങൾ, ഇതെല്ലാം നമുക്കിതിനോടൊപ്പം മാനേജ് ചെയ്തപ്പോൾ നമ്മുടെ യാത്രകൾ, നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ ധാരാളമായി യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രകൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇതെത്ര സ്ട്രഗിൾ ചെയ്താലും ഈ പൊതുരംഗത്ത് നിൽക്കേണ്ടത് എൻ്റെ ഇഷ്ടമാണ്, എനിക്കത് താല്പര്യമാണ് എന്ന് കരുതുന്ന വളരെ കുറച്ച് സ്ത്രീകളെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇതിൽ നിൽക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം അതാണ്. എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മാമിൻ്റെതായ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടായിരിക്കും, പക്ഷേ പാർട്ടിക്ക് അതിന് ചിലപ്പം എതിരഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയിലുള്ളവർക്കും എതിരഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ആ ഒരു സമയത്ത് മാമിന് എന്തെങ്കിലും സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയണം എന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഫൈനലി നിൽക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പാർട്ടി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും. അത് പറയേണ്ട ഫോറങ്ങളിൽ നമ്മൾ പറയും. ആ പറഞ്ഞ ഫോറങ്ങളിൽ പറഞ്ഞാലും ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. പൊതു തീരുമാനം വരുമ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒരു തൃക്കാക്കര സീറ്റ് പി.ടി. തോമസ് മരിച്ച സാഹചര്യത്തിൽ അത് അങ്ങനെ വരുന്നു. എൻ്റെ നിയോജക മണ്ഡലമാണ്. അപ്പോൾ അത് അവിടെ സ്വാഭാവികമായിട്ടും KPC ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് ഞാൻ. എനിക്ക് മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ പലരും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ തീരുമാനം വന്നപ്പോൾ മറിച്ചൊരു തീരുമാനമാണ് വന്നത്. പക്ഷേ എന്ന് കരുതി ആ വ്യക്തിപരമായ എൻ്റെ ഇഷ്ടത്തിന് ഒത്തും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം പാർട്ടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകയുടെ
പ്രവർത്തകൻ്റെ ഒക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി മുമ്പോട്ട് പോയി അത് ശക്തമായി തന്നെ ഞാൻ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. KPCCയുടെ മീഡിയ സെല്ലിൻ്റെ ചാർജ് മാമിനാണല്ലോ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? യഥാർത്ഥത്തിലൊരു നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവർത്തിയില്ല ഇങ്ങനത്തെ ഒരു ഫോറത്തിൽ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ അകത്തൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. KPC ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഓരോ പാർട്ടിയുടെ ലൈനും നറേറ്റീവും ഒക്കെ പാർട്ടി തന്നെ തീരുമാനിക്കുക. ആർക്കും വ്യക്തിപരമായി അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയാനുള്ള ഒരു സാധ്യതയില്ല, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതി നമ്മൾ പുതിയതായിട്ട് അവലംബിച്ചിട്ടുണ്ട്. അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായി വേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയുടെ അച്ചടക്കത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും വ്യക്തിപരമായ അഭിപ്രായം വളരെയധികം പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വ്യക്തിപരമായി പലരും അവരുടേതായ നറേറ്റീവ്സൊക്കെ പറയാറുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്തൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായ പാർട്ടി ലൈൻ, അത് AICCയുടെ ആണെങ്കിലും KPCCയുടെ ആണെങ്കിലും അത് പാർട്ടി ലൈൻ ആയിരിക്കും, എല്ലാവരും ഒരേപോലെ ആയിരിക്കും പറയുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കാറുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് മാം നല്ല ഉത്തരങ്ങളാണ് നൽകിയത്. അപ്പം മാമിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയാനായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല ആഗ്രഹമുണ്ടാവും. ഫാമിലി, എനിക്ക് ഹസ്ബൻഡ് 2 കുട്ടികളാണുള്ളത്. 2 പേരും പഠിക്കുകയാണ്. മൂത്താൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾ 6th രാജഗിരിയിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു. മാമിനെ എല്ലാവർക്കും അറിയാവുന്നതൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ്. സാധാരണ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുവിൽ എന്തെങ്കിലും മറ്റ് രംഗങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കും. മാമിന് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ സ്പെഷ്യലായിട്ട്? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഒരു 4-5 വർഷം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അങ്ങനെ പാടാറൊന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ടിലേക്കൊന്നും പോയിട്ടില്ല. എൻ്റെ സിസ്റ്ററൊക്കെ നന്നായി പാടുന്നതാണ്. പിന്നെ വീണ കുറച്ച് കാലം പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് പഠിക്കുന്നുണ്ട്, സമയക്കുറവുണ്ട്. പിന്നെ കോളേജിലൊക്കെ വെച്ച് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നൃത്തരൂപങ്ങളിലൊക്കെ ഫോക്ക് ഡാൻസ് പോലുള്ള കാര്യത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും അതിനുള്ള ഒരു സമയം നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വളരെ തിരക്കിനിടയിലും നമ്മോടൊപ്പം സമയം ചെലവഴിക്കാൻ മാമിന് സാധിച്ചത് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.